അങ്ങനെ ഇന്ന് റിലീസായ ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ വന്ന വലതുവശത്തെ കള്ളൻ എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു. സിനിമ തുടങ്ങി ആദ്യ ഒരു 1.5 മണിക്കൂറോളം നല്ല രീതിയിൽ എമോഷണൽ രംഗങ്ങളെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ടായി. മീൻസ് അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു സിനിമയുടെ കഥയും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പം നല്ലൊരു പ്രതീക്ഷ ജനിപ്പിച്ചിങ്ങനെ നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു അത്രയും നേരം ഞാൻ കടന്നുപോയത്. പിന്നെ ഇൻ്റർവെല്ലിന് മുന്നോടിയായിട്ട് കുറച്ചൊരു കല്ലുകടി രംഗങ്ങളുണ്ടായിരുന്നു. അപ്പം അത് എന്തോ ഓക്കെ, അവരുദ്ദേശിച്ച ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടെത്തിക്കാനായിട്ട് പിന്നെ അവർ കല്ലുകടി രംഗം അത്യാവശ്യമായിരിക്കാം എന്നെനിക്ക് തോന്നി. ആ ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്കും പിന്നെ ഒരു ലാഗടിപ്പിക്കും അങ്ങനെയല്ല. സംഭവം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു സീറ്റഡ്ജ് ത്രില്ലറെന്നോ അല്ലെങ്കിൽ ഒരു ഉദ്വേഗജനമായിട്ട് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന ഒരു സംഭവം അവർ ഓരോ കാര്യങ്ങളായിട്ട് റിവീൽ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അതൊരു ഞെട്ടിക്കലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊന്നും ആ ഒരു സംഭവങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പം മെമ്മറീസ് അതുപോലെ ഇപ്പോൾ പലരും പറയുന്ന പോലെ തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃശ്യം പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്ക് പോകുന്നില്ല. പിന്നെ ഒരു മിറാഷിൽ ഇപ്പം അദ്ദേഹത്തിന് അവസാനം ഇറങ്ങിയ സിനിമയെന്ന് വെച്ചാൽ ടിസ്റ്റിന് മേലെ ടിസ്റ്റ് ഒരു അതിഭീകര മീൻസ് ഒരു സ്ക്രീൻ പ്ലേ സംഭവം, രാക്ഷസ സ്ക്രീൻ പ്ലേ അതുപോലത്തെ സംഭവങ്ങളാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. എല്ലാം ഓക്കെയാണ്, സംഭവങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം അതുകൊണ്ട് അവരിടുന്ന കാര്യങ്ങളും ട്വിസ്റ്റും അല്ലെങ്കിൽ റിവീൽ ചെയ്യുമ്പോഴത്തേക്കും പറയുന്ന കാര്യങ്ങളും. പക്ഷേ എന്തുകൊണ്ട് ഒരു തൃപ്തി വരാത്തൊരു സംഭവം എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. എന്നാൽ സിനിമ ഇഷ്ടപ്പെടുന്ന ധാരാളം പേർക്ക് സിനിമ നല്ല രീതിയിൽ വർക്കാവാൻ സാധ്യതയുണ്ടെന്നല്ല, ധാരാളം പേർക്ക് അത് വർക്കായിട്ടുണ്ട്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ എനിക്ക് ഇത്രയുമാണ് പറയാൻ തോന്നിയത് ഈ ഒരു സിനിമയെ പറ്റിയിട്ട്.